നല്ല രീതിയിൽ പപ്പടം ചെയ്യുന്നവർ ഉഴുന്നുമാവിൽ തയ്യാറാക്കിയ പപ്പടമാണ് നല്ല രീതിയിൽ പപ്പടം ഉണ്ടാക്കുന്നവരുണ്ടാക്കുന്നത്. എന്നാൽ മൈദാമാവ് ചേർത്ത് പപ്പടം ഉണ്ടാക്കുന്ന ആളുകൾ വില കുറച്ച് വിറ്റ് പപ്പട വ്യവസായത്തെ തകർക്കുന്നു. മൈദാമാവ് കഴിക്കാൻ പാടില്ല എന്ന് ചോദിച്ചാൽ മൈദാമാവ് കഴിക്കാം. പക്ഷെ പപ്പടം ഉണ്ടാക്കേണ്ടത് ഉഴുന്നുമാവ് മാത്രം ചേർത്ത് ഉണ്ടാക്കേണ്ട ഒരു ഭക്ഷണ പദാർത്ഥമാണ്. അത് മൈദാമാവിന്റെ വില എത്രയാണ്, ഉഴുന്നുമാവിന്റെ വില എത്രയാണ്? 130, 140 രൂപ 1 കിലോ പൊടിക്ക് വിലയുള്ളപ്പോൾ മൈദാമാവിന് 30 രൂപയേ ഉള്ളൂ. ആ 30 രൂപ മുടക്കി അത് ഉണ്ടാക്കിയിട്ട് ഈ 140 രൂപയ്ക്കും പൊടി വാങ്ങിച്ച് പപ്പടം ഉണ്ടാക്കുന്ന ആളുമായിട്ട് കോമ്പീറ്റ് ചെയ്യാൻ നിന്നാൽ എങ്ങനെ ആ 140 രൂപയ്ക്ക് പൊടി വാങ്ങി പപ്പടം ഉണ്ടാക്കുന്നവർ അതിന് കോമ്പീറ്റ് ചെയ്യാൻ പറ്റും? 30 രൂപയ്ക്ക് ഉണ്ടാക്കുന്ന മൈദാമാവിനുണ്ടാ ചേർത്തുണ്ടാക്കുന്ന പപ്പടക്കാരോട് എങ്ങനെ കോമ്പീറ്റ് ചെയ്യാൻ പറ്റും? ഉച്ചയൂണിന് പപ്പടം നിർബന്ധമാക്കണമെന്ന് കേരള പപ്പഡ് മാനുഫാക്ചേഴ്സ് അസോസിയേഷൻ ഉത്തര മേഖലാ സമ്മേളനം ഹോട്ടൽ ഉടമകളോടും ഗവൺമെന്റിനോടും ആവശ്യപ്പെട്ടിരിക്കുകയാണ്. കണ്ണൂർ നഗരത്തിലെ സ്റ്റാർ ഇൻ റെസിഡൻസിയിൽ നടന്ന സമ്മേളനം സംസ്ഥാന പ്രസിഡന്റ് എബ്രഹാം സി ജേക്കബ് ഉദ്ഘാടനം ചെയ്തു. വില കുറഞ്ഞ അസംസ്കൃത വസ്തുക്കൾ ഉപയോഗിച്ച് പപ്പടം ഉണ്ടാക്കുന്നവർ പപ്പട വ്യവസായത്തെ നശിപ്പിക്കുകയാണ് എന്നും എബ്രഹാം സി ജേക്കബ് പറഞ്ഞു. തലത്തിൽ ഇടപെട്ട് ഇങ്ങനെയുള്ള പപ്പടങ്ങൾ പരിശോധിച്ചിട്ട് അത് അവരുടെ ലേബലിൽ മൈദാമാവ് ചേർത്ത പപ്പടമാണ് എന്ന് പറഞ്ഞ് എഴുതണം. പല മെഡിസിനും പല ബ്യൂട്ടി ക്രീമുകളും ഉണ്ട്. അതിലൊക്കെ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യമുണ്ട്. നമുക്ക് ഹാനികരമായ കാര്യങ്ങൾ അതിൽ ചേർത്തിട്ടുണ്ടെന്ന് വളരെ ചെറിയ അക്ഷരത്തിൽ നമ്മൾ ലെൻസ് വാങ്ങിച്ച് വായിച്ചാലേ വായിക്കാൻ പറ്റും. അവരടിച്ചു വെച്ചിട്ടുണ്ട്. നമ്മൾ പലരും അതൊന്ന് വായിക്കാതെയാണ് അതൊക്കെ ഉപയോഗിക്കുന്നത്. പക്ഷെ അവരെ സംബന്ധിച്ച് അവർ എഴുതി വെച്ചിട്ടുണ്ട്. നമ്മൾ ആവശ്യപ്പെടുന്നു, അത് എഴുതാനാണ് നമ്മൾ ആവശ്യപ്പെടുന്നത്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ, പണ്ട് ഐസ്ക്രീം ഉണ്ടാക്കിക്കൊണ്ടിരുന്ന കാലഘട്ടത്തിൽ ഐസ്ക്രീം എന്ന് പറയുന്നത് പാലിൽ ഉണ്ടാക്കുന്നത്, കൊഴുപ്പിലുണ്ടാക്കുന്ന ഐസ്ക്രീമിന് ഡെസേർട്ട്, ഫ്രോസൺ ഡെസേർട്ട് എന്നാണ് പറയുന്നത്. അതിന് വ്യത്യാസമുണ്ട്. അവസാനം ആ ഐസ്ക്രീം കമ്പനിക്കാരും സംഘടനയും ഈ കാര്യത്തിൽ ഇടപെട്ടിട്ടാണ് അതിലൊരു മാറ്റം വരുത്തിയത്. അപ്പോൾ ഐസ്ക്രീം എന്ന് പറയുമ്പോൾ അത് ഐസ്ക്രീമിന്റെ പേര്, അല്ലെങ്കിൽ ഇന്ന പേര് ഫ്രോസൺ ഡെസേർട്ട് എന്ന് അടിക്കും. അപ്പൊ അതിനകത്ത് ഈ കൊഴുപ്പിന്റെ അംശം ചേർന്നുണ്ടാക്കുന്നതാണ്. അതാണ് ഇത് കുഴപ്പമുണ്ടാക്കുന്ന കാര്യങ്ങൾ. അപ്പൊ ഇതുപോലെ പപ്പട വ്യവസായത്തിലും ഗവൺമെന്റ് തലത്തിൽ ഈ ഫുഡ് ആൻഡ് സേഫ്റ്റിയും ലീഗൽ മെട്രോളജിയും ഈ കാര്യത്തിൽ ഇടപെട്ട് ഈ കാര്യത്തിൽ ഒരു പരിഹാരം ഉണ്ടാക്കണം എന്ന് സംഘടന ഗവൺമെന്റ് തലത്തിൽ നമ്മൾ ആവശ്യപ്പെടുന്നതാണ്. അതിനെപ്പറ്റി നമ്മൾ റെപ്രസെന്റേഷൻ കൊടുക്കുന്നതാണ്. ആ കാര്യത്തിൽ നമുക്കതൊരു പരിഹാരം ഉണ്ടാക്കി കിട്ടാൻ സംഘടന അങ്ങേയറ്റം വരെ ആ കാര്യത്തിൽ പ്രയത്നിക്കും എന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പു തരുന്നു. പ്രസിഡന്റ് പി സദാശിവൻ അധ്യക്ഷത വഹിച്ചു. വിനീത് പ്രാരത്ത്, വി ആർ സുബീഷ്, സിമ്രിൽ കുമാർ, വി കെ രാജൻ, കെ എം വിശ്വനാഥൻ, പി എം മനോജ്, സജീർ കെ സി, രവീന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു.